എല്ലാ മക്കൾക്കും അച്ഛനമ്മമാർ അനുഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തുവാണെങ്കിൽ അനുഗ്രഹമാണോ പൗർണമി? അല്ല, അനുഗ്രഹമല്ല. കാരണം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന സംഭവം, സ്വന്തം മകളെ 28 വയസ്സുകാരിയായ സ്വന്തം മകളെ കഴുത്ത് ഞെരിച്ചു കൊന്ന അച്ഛനും അതിന് കൂട്ടുനിന്ന അമ്മയും അതെല്ലാം കൂടെ മറച്ചു വെച്ച് നാടകം കളിച്ച അമ്മാവനുമുള്ള നാട്. അവിടെ എങ്ങനെയാണ് ഒരു പെൺമകൾ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവളുടെ വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്നതാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇവളുടെ അച്ഛൻ എന്ന് പറയുന്നത് ആ നാട്ടിലെ സ്ഥലത്തെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വളരെ മാന്യമായിട്ട് ആൾക്കാരോട് ഇടപഴകുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ആൾക്കാരെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? സ്വന്തം ചോരയെ കൊല്ലാൻ മടിയില്ലാത്ത മനസ്സുള്ളവരെ എങ്ങനെ നമ്മൾ അവരുമായിട്ട് ഇടപെടുക? അവർ ഏത് കാറ്റഗറിയിൽ പെടുത്തും? ഇവർക്കൊക്കെ മാനസിക രോഗമെന്ന് പറഞ്ഞ് നമുക്ക് തള്ളാൻ പറ്റുമോ? അവർ പറയുന്ന റീസൺ, അദ്ദേഹം ഇപ്പോഴും മൊഴി കൊടുത്തിരിക്കുന്ന റീസൺ ഒറ്റ അന്നും പിടിച്ചപ്പോഴും പോലീസ് ഇദ്ദേഹത്തെ കുടഞ്ഞ് ഈ സത്യം പുറത്ത് എത്തിച്ചപ്പോഴും ഇപ്പോഴും അദ്ദേഹം തുടരുന്ന ഒരേ ഒരു മൊഴിയിലാണ് വൈകി വീട്ടിൽ നിന്ന് സ്ഥിരമായി ഇറങ്ങി പോകുന്ന പെൺകുട്ടി. 1 മണിക്കൂറിന് ശേഷം അവൾ തിരിച്ചു വരും. അതായിരുന്നു അവരുടെ പ്രശ്നം. ഇതെന്ത് ലോകമല്ലേ? അതെ, ശരിയാ. ശരിക പറഞ്ഞതുപോലെ ഇപ്പൊ കൊല ചെയ്യുക അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുക എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല. അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. ഇനി അത് അത്ര വലിയ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്താലും ഒരാളെ, അതിപ്പോൾ ആരും ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, മകളായിക്കോട്ടെ, മകനായിക്കോട്ടെ, ആരെയും കൊല്ലാനുള്ള അനുവാദം യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കുമില്ല. പക്ഷെ എന്നിരുന്നാലും ഈ കൊലപാതകം എന്നുള്ളൊരു കാര്യം അവിടെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരേപോലെ ശരിക്കും ഇതിനകത്ത് അച്ഛൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് മകളെ കൊല്ലുകയായിരുന്നില്ല. പക്ഷേ അമ്മയുടെയും അമ്മാവിൻ്റെയും കൂടെ സഹായം അവിടെ ലഭിക്കുകയാണ് ചെയ്തത്. അതിനർത്ഥം ഒരു വ്യക്തിക്ക് മാത്രമല്ല, ആ കുടുംബത്തിലെ പല ആളുകൾക്കും അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ അസഹനീയമായ രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് അവർ തന്നെ പലപ്പോഴും ഈ മാധ്യമ വാർത്തകൾ നമ്മൾ ഈ കാണുന്നതിനകത്ത് പലതിനകത്തായിട്ടും വരുന്നുണ്ട്. കുറേ അധികം നാളുകളായി ഞങ്ങൾ സഹിക്കുകയാണ്. ഏത് രീതിയിലുള്ള സഹനമാണ്, എന്താണ് ഇവർ സഹിക്കുന്നതെന്നുള്ളതിനെ പറ്റി വ്യക്തത വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരിക്കലും കൊല ചെയ്തതിനെയോ അല്ലെങ്കിൽ കൊലപാതകത്തിന് കൂട്ടുനിന്നതിനെയോ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഈ മരിച്ച പെൺകുട്ടി അല്ലെങ്കിൽ കൊല്ലപ്പെട്ട പെൺകുട്ടി ഈ പറയുന്നത് പോലെ ഭർത്താവുമായിട്ട് അതിനു മുൻപ് കന്യാസ്ത്രീയാവാൻ പോയി തിരുവസ്ത്രം അണിഞ്ഞു വന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അയൽവാസികളുണ്ട്. അതിനുശേഷം അത് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. വലിയ കുഴപ്പമില്ലാതെ പോയി. എന്നാലും പ്രശ്നങ്ങൾ സംഭവിച്ചു. അങ്ങനെ തിരികെ വീട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളായിട്ട് വീട്ടുകാരോടൊപ്പം കഴിഞ്ഞു വരികയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇപ്പം ശാരിക ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥലത്തെ മാന്യനായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളായിട്ട് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തോന്നും. അതായത് അല്ലാതെ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ടുള്ളൊരു ഭാവോ ഭേദമോ ഒന്നും അങ്ങനെ കാണാനില്ല. അതിനർത്ഥം ഇപ്പോഴും വളരെ മാന്യമായിട്ടും അല്ലെങ്കിൽ വളരെ അച്ചടക്കത്തോടും കൂടിയാണ് പോലീസുകാരുടെ ഒപ്പമാണെങ്കിലും നിൽക്കുന്നതുമെല്ലാം. പക്ഷെ അവർ ഈ പറയുന്ന പോലെ ഉള്ള ന്യായം പറഞ്ഞത് രാത്രി വൈകി വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ മകളുടെ വഴിവിട്ട ബന്ധം, അതായത് എന്തോ ലാബിലോ മറ്റോ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഈ യുവതി. പോയി വന്നതിന് ശേഷം, അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് പോകുന്നതാണ് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ളതെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുന്നത്. പക്ഷെ ഒരുപക്ഷെ കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനും അപ്പുറത്തേക്ക് യഥാർത്ഥ കാര്യം ഒരുപക്ഷെ ഇവർ മറച്ചു വെക്കുന്നതാവാം. ഇതിനും അപ്പുറം പല കാര്യങ്ങളും ഉണ്ടാവാം. എങ്കിൽ പോലും സ്റ്റിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയാണ്, കൊലപാതകം ഒന്നിനും ഒരു പരിഹാരവുമല്ല. കൊലപാതകം ചെയ്യാനും പാടില്ല. എന്തു തന്നെ ബുദ്ധിമുട്ടായാലും അവർക്ക് വേറെ എന്തൊക്കെയോ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അത്രയും സഹിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും സ്വന്തം അമ്മ ഒരു മകളെ കൊല്ലാൻ അച്ഛന്റെ കൂടെ ഒപ്പം നിൽക്കുക, അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ തോർത്തു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ മകളുടെ കൈ പിന്നിലേക്ക് പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാൻ സഹായിക്കുക, അത് സമ്മതിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ യഥാർത്ഥം ഇപ്പൊ എന്ത് തന്നെ കാരണമായാലും ചെയ്തത് തെറ്റാണ്. ആ ഒരു തെറ്റാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പിന്നെ ഈ കുട്ടിക്ക് എന്തെങ്കിലും, ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ മറ്റെന്തൊക്കെയോ വിശ്വാസത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടതുണ്ടല്ലേ? കാരണം ഏഞ്ചലിനെ കുറിച്ച് അങ്ങനെ ആർക്കും മോശം അഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പം തൊട്ടേ കന്യാസ്ത്രീ അമ്മയാകാൻ, അതായത് കർത്താവിന്റെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിട്ടാണ് അവരെ അറിയപ്പെടുന്നത്. ചെറുപ്പത്തിലെ കൊണ്ടാക്കിയിട്ടും പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കോൺവെന്റിൽ നിന്ന് തിരിച്ചു പോരുകയായിരുന്നു പഠനം പൂർത്തിയാകാതെ. അതിനുശേഷം തുമ്പോളിക്കാരനായ യുവാവിനെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിനുശേഷം അയാളുടെ മർദ്ദനം സഹിക്കാൻ പറ്റാതെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു എന്നാണ് ഈ പറയപ്പെടുന്ന ഏഞ്ചൽ അച്ഛനെ അമ്മയും ധരിപ്പിച്ചിരുന്നത്. അവരവിടെ താമസിക്കുന്നു. അവർ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ എല്ലാ ദിവസവും രാത്രി അവൾ 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 10:30 ആകുമ്പോഴാണ് തിരിച്ചു കയറുന്നത്. പക്ഷെ ഇതിൽ എന്തോ ദുരൂഹതമായ എന്തോ ഒരു സംഭവം ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, ഒരച്ഛൻ, അതും വളരെ മാന്യനായിട്ട് പ്രകോപിതനാകാതെ ഇത്രയും വർഷം മകളെ വളർത്തി, മകള്
അങ്ങനെ പോകാനായിരുന്നെങ്കിൽ അവർ നേരത്തെ പോകുമായിരുന്നില്ലേ. സ്വന്തം അച്ഛനും അമ്മയും ഉണ്ട്, അവർക്ക് ജോലിയുണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ, അത്യാവശ്യം നിലയും വിലയൊക്കെ ഫാമിലിയിലുണ്ട് എങ്കിൽ ഈ ഓമനപ്പുഴ എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നു തീരദേശ മേഖലയാണ്. കടപ്പുറത്ത് പോയി അന്നുള്ള ആഹാരം ജീവിച്ചു കഴിയുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഈ ഓമനപ്പുഴ, ചെത്തി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ തീരദേശ മേഖലയാണ്. അപ്പൊ അവിടെ അവർ അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒറ്റ പ്രകോപനത്തിന്റെ കാരണത്തിലായിരിക്കില്ല ഒരു പക്ഷെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവർ മനഃപൂർവ്വം, കാരണം ആ സമയത്ത് ഇവിടെ കഴുത്ത് ജനിക്കുന്ന സമയത്ത് പുറകിൽ നിന്നാണ് ഇദ്ദേഹം കഴുത്ത് ഞെരിച്ചത്. കൈകൾ രണ്ടും തടയാതിരിക്കാൻ കൈകൾ രണ്ടും അമ്മ കൂട്ടിപ്പിടിച്ചു. അവർ മരിച്ചു, അവള് താഴെ വീണിട്ടും അവൾക്ക് ബോധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഒന്നുകൂടെ തോർത്തുകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. ഇത് അവിടെ കൊണ്ടുചെന്ന ഡോക്ടർക്ക് ഇവർ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ കൊണ്ടുചെന്ന ഡോക്ടർക്ക് കഴുത്തിലെ പാടുകൊണ്ട് സംശയം തോന്നി അദ്ദേഹമാണ് പോലീസിൽ അറിയിക്കുന്നത്. നാട്ടുകാർക്കും ഒരു സംശയം, അവിടുത്തെ വാർഡ് മെമ്പറിനോട് ഇദ്ദേഹം അമ്മാവൻ പറഞ്ഞത്, ജോഷി എന്ന അമ്മാവന്റെ പേര്, അമ്മാവൻ പറഞ്ഞത് പോലീസിൽ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോലീസിൽ അറിയിക്കുകയും ഹോസ്പിറ്റലിൽ പോലീസ് വരികയും ചെയ്തത്. കാര്യങ്ങൾ അപ്പോഴും പോലീസുകാർ ചിന്തിച്ചിരുന്നത് മകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടൊരു കഥ ഉണ്ടാക്കുന്നതാണ് പോലീസ് ധരിച്ചിരുന്നത്. പക്ഷെ അപ്പോൾ അവിടെയും ദുരൂഹമായ കാരണങ്ങൾ പറയുന്ന അത്ര മോശം ഒരു വഴി തെറ്റി നടക്കുന്ന, നാട്ടുകാരുടെ കണ്ണിൽ വഴി തെറ്റി നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല ഏഞ്ചൽ എന്നും പറയപ്പെടുന്നു. പക്ഷെ ഇവരുടെ രാത്രി സഞ്ചാരം അത്ര നല്ലതല്ല എന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ ഇദ്ദേഹത്തെ, അതായത് ഈ അച്ഛനോട് പലവട്ടം പറയുകയും അതിന്റെ പേരിൽ ഇവർക്ക് വലിയ മാനക്കേടുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ്. ഇനി ദുരഭിമാന കൊലയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇതിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ പ്രവൃത്തികൾ, അതായത് ഏഞ്ചൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭിത്തിയിൽ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ് ഒരു സംശയം ജനിപ്പിക്കുന്നത്. കാരണം സാൽവേഷൻ, മോക്ഷം, അടുത്തൊരു ജന്മം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. മോക്ഷം, സാൽവേഷൻ എന്നൊക്കെ അവരതിനകത്ത് എഴുതി, മോക്ഷ എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ ഫാമിലി എന്നാണ് എൻ്റെ ഏഞ്ചൽ, തീർച്ചയായും ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പൊ എങ്ങനെയാണ് അവർ മോക്ഷത്തെക്കുറിച്ചും സാൽവേഷനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇനി വേറെ വല്ല ഓപ്പോസിറ്റുള്ള മറ്റേ നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ പറയുന്ന കാളിയന്തലക്കാരെന്നോ കാളിയന്തലച്ചനെന്നോ കറുത്തച്ഛന്മാരെ ആരാധിക്കുന്ന കറുത്തച്ഛന്മാരുടെ ഊട്ടുന്ന കഥകളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ വായിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ഒരു സിനിമയിൽ KP ശ്രീലത ചേച്ചി പറയുന്ന ഒരു ഡയലോഗുണ്ട്, കറുത്തച്ഛന്റെ കൂട്ടുന്ന ഫാമിലിയാണ്, അവരെ ഞങ്ങൾ നോർമൽ ക്രിസ്ത്യൻസ് ഒന്നിനും വിളിക്കാറില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു പെട്ടുപോയോ? നമുക്കറിയാം കൊച്ചിയിലും ഒക്കെ സാത്താൻ സേവ നടത്തുന്ന കുറേയധികം കമ്മ്യൂണിറ്റീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്നും നമുക്കറിയില്ല അതിനെക്കുറിച്ച്. ഇല്ലുമിനാറ്റി, സാത്താൻ സേവ, ഇതൊക്കെ ഇന്നും നമുക്കറിയാത്ത ഒരു ഭാഗമാണ് സമൂഹത്തിന്റെ. അതിലൊക്കെ ഉന്നത നിലകളിലുള്ള ആൾക്കാരാണ് പങ്കെടുക്കുന്നത് അറിയപ്പെടുന്നു. ഇനി ഈ പെൺകുട്ടി അതിലെല്ലാം പെട്ടുപോയിട്ടോ? നമുക്കറിയാം കേദറിന്റെ കാര്യം, കേദർ ജോണിന്റെ കാര്യം നമുക്കറിയാം. കേദർ ജോൺ അച്ഛനെയും അമ്മയും എല്ലാവരെയും ഇയാള് തലക്കടിച്ചു കൊല്ലുന്ന ഒരു സീൻ. അച്ഛൻ, അമ്മ, ഡോക്ടറായ അച്ഛൻ, അമ്മ, അമ്മയുടെ അനിയത്തി, അതോടൊപ്പം വീട്ടിലെ വേലക്കാരിയൊക്കെ തല്ലിക്കൊന്ന് വീട് കത്തിച്ച ഒരു മനുഷ്യനെ കഴിഞ്ഞ ദിവസം കേദറിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്രൊജക്ഷൻ, അതായത് ഒരു രൂപം വിട്ട് വേറൊരു ലോകത്തേക്ക് പോകുന്നത് നേരിട്ട് കാണുക, അങ്ങനെ എന്തൊക്കെയോ മന്ത്രവാദത്തിന്റെ വേറൊരു തലം. ഇത് അദ്ദേഹവും ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇതിലൊക്കെ ആകർഷകരായി. ഈ നമ്മുടെ നാട്ടിലെ ലോക്കൽ മന്ത്രവാദം ഒന്നും അല്ല ഇവർ പഠിക്കുന്നത്, ഇവർ മറ്റേ ഇന്റർനാഷണൽ വൈബാ. അപ്പം വേറെ നമ്മുടെ ഇന്ത്യ വിട്ടൊക്കെ പോയ ടീമുകളാണ്. അപ്പൊ വിദ്യാഭ്യാസം കൂടുമ്പോൾ അതും സംഭവിക്കാം. അതുപോലെ വല്ല അസോസിയേഷനിൽ ഇവർ ചെന്ന് പെട്ടോ എന്നൊരു സംശയം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കാനും അല്ലെങ്കിൽ വീട്ടുകാരോട് എതിർപ്പ് പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള, അതാണ് ദുരഭിമാന കൊല എന്ന് പറയാൻ കാരണം. ഇവര് ഒരു പക്ഷേ കഠിനമായിട്ടുള്ള ക്രിസ്തീയ മതവിശ്വാസത്തിൽ ഊന്നി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഒരിക്കലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അങ്ങനെയുള്ള ഫാമിലിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇങ്ങനെയൊക്കെ പോകുന്നത്. മേ ബി അതാവാം, പക്ഷെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് മാത്രമല്ല, ഒരു പക്ഷേ ഈ ഒരു സംഭവം പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ അമ്മാവനെയും കൂടെ, അതോ സ്ഥിരമായിട്ട് അമ്മാവൻ ആ വീട്ടിലാണോ? തൊട്ടടുത്താണ് അമ്മാവൻ. പക്ഷെ ഇതിലൊരു രസം എന്ന് പറയാനായിട്ട്, ഈ സമയത്ത് ഇവരെ കൊല്ലുന്ന സമയത്ത് അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും ആ വീട്ടിലുണ്ട്, സഹോദരിയൊക്കെ. അപ്പൊ ഇവരെല്ലാവരും ഒരു രാത്രി മുഴുവനും ശവത്തിന് കൂട്ടിരുന്നു, അതായത് ഈ മൃതദേഹത്തിന് കൂട്ടിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് അടുത്ത ദിവസം ഒന്നും അറിയാത്ത മട്ടിൽ, അതായത് അത് അമ്മാവന്റെ പ്ലാൻ ആയിരുന്നു, നിങ്ങൾ ഒച്ചത്തിൽ കരയണം, നാട്ടുകാർ അങ്ങനെയാണ് ഓടിക്കൂടുന്നത്. അതിലിപ്പോ ഈ ഫാമിലി ഫുൾ ഇവരെ കൊല്ലാൻ കാത്തിരുന്നു എന്ന പോലെയാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്ത് തന്നെ ആയാലും, എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യൻ, അവരൊരു 10-28 വയസ്സായ സ്ത്രീയായിരുന്നു, അവർ അബലയായിരുന്നു. കാരണം അവർക്ക് ആരുമില്ലാതെ അവർ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. അവരെ പറഞ്ഞു വിടാം, വേറൊരു വീട് മാറി താമസിച്ചുകൊണ്ട് അവരെ ഇറക്കി വിട്ടിട്ട് അവരുടെ ഇഷ്ടം പോലെ അവരെ നിങ്ങൾക്ക് അപനം ചെയ്യാമായിരുന്നു, ഞങ്ങളുടെ മകളല്ലെന്ന് പ്രഖ്യാപിക്കാമായിരുന്നു. ഇതെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് നാട്ടിലുണ്ടായിരുന്നു. എന്നിട്ടും കാടന്മാരെ പോലെ സ്വന്തം മകളെ ഒറ്റയടിക്ക് വീണ് തലയടിച്ച് വീണ് മരിക്കുകയല്ല ആ കുട്ടി അല്ലെങ്കിൽ ആ ഏഞ്ചൽ. എന്ത് പാതകവും ചെയ്തോട്ടെ, അവൾ ആരെയും കൊല്ലുകയോ കൊലവിളിക്കുകയോ ചെയ്തിട്ടില്ല.
അതിലും വലിയ കൊലപാതകങ്ങൾ വീട്ടിൽ നിന്ന് സ്ലോ പോയിസൺ കൊടുത്തു കൊന്ന ആൾക്കാരൊക്കെ ജയിലിൽ സുഖവാസം അനുഭവിച്ച് ജീവിക്കുന്ന നാടാണ് നമ്മുടെ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല തന്നെ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് ഇങ്ങനൊരു അവൾക്ക് എതിർപ്പുണ്ട്. അവരെ എതിർക്കുന്നതോറും അവൾക്ക് ശക്തി. നമുക്ക് അങ്ങനെയാണല്ലോ, മനുഷ്യ സ്വഭാവം അങ്ങനെയാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റൊരാൾ എതിർക്കും തോറും നമ്മളത് ചെയ്യാനുള്ള ത്വര കൂടും. മേ ബി അവരും പ്രായപൂർത്തിയായ മെച്ചോർഡായിട്ടൊരു പെൺകുട്ടി തന്നെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ശരികളായിരിക്കത്തില്ലായിരുന്നിരിക്കാം ഏഞ്ചലിന്റെ ശരിയെന്ന് പറയുന്നത്. അപ്പൊ ഏഞ്ചലിന്റെ ശരിയെന്നുള്ളത് അവർ പോയി ഒരു പക്ഷേ എന്തെങ്കിലും ഇതുപോലുള്ള കമ്മ്യൂണിറ്റി ക്ലാസ്സുകൾ പങ്കെടുക്കാൻ പോയിട്ടുണ്ടാവാം, നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. എന്തായാലും എന്തിന്റെ പേരിലായാലും ഒരാളെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്താനൊരു റൈറ്റ് ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും പോലും ഇല്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ വെറുതെ വിടാം, അവരുടെ ജീവൻ സ്പെയർ ചെയ്യാമായിരുന്നു. എന്നിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. എനിക്കൊന്നും ഇതൊന്നും പോലീസ് കംപ്ലൈന്റ് എടുക്കുന്ന കേസുകളല്ല, അവരുടെ ഇഷ്ടത്തിന് അവർ പോകുന്നതാണ്. ഇപ്പോ ആഭിചാരം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദുർമന്ത്രവാദിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരിക്കലും പോലീസിന് എങ്ങനെ തടയാൻ പറ്റും? അത് അവരുടെ മാത്രം ഇഷ്ടമല്ലേ. അതുമൂലം മറ്റുള്ളവർക്ക് ജീവഹാനി സംഭവിക്കുമ്പോഴാണ് അത് കേസാവുന്നത്. സോ എന്ത് തന്നെയായാലും പോലീസിന്റെ പിന്നിലുള്ള ദുരൂഹത തീർച്ചയായിട്ടും മറനീക്കി പുറത്തു കൊണ്ടുവരും നമുക്ക് വിശ്വസിക്കാം.